ഫ്രണ്ട്സ്, നമ്മളിന്ന് നടന്നിട്ടുള്ള പ്രിലിംസ് പരീക്ഷയിൽ നമ്മുടെ അപ്ലിക്കേഷനിൽ നിന്നും നമ്മൾ പഠിപ്പിച്ച വിഭാഗത്തിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വന്നു എന്നാണ് നമ്മൾ സഡൻ തന്നെ സെർച്ച് ചെയ്യാണ്. എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ അവസരമുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ സെർച്ചിങ് ബട്ടൺ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കീവേഡ് സെർച്ച് ചെയ്താൽ മതി, ഏതെങ്കിലും വേർഡ് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണെന്നാണ്. ആശയ പ്രകടനത്തിനുള്ള അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, സ്വത്തവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. ഇതിൽ സ്വത്തവകാശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും ഓൾറെഡി നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശദമായി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അത്. ഓക്കെ, നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ആപ്ലിക്കേഷനിലുണ്ടോ എന്ന്. അതെ, താഴെ പറയുന്നവയിൽ സ്വത്തവകാശം, താഴെ പറയുന്നതിൽ മൗലിക അവകാശം അല്ലാത്തത് ഏത്? സ്വത്തവകാശം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എത്രയോ തവണ കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡയറക്റ്റ് ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അയിത്ത നിർമ്മാർജ്ജനം, മൗലിക ചുമതലകൾ, മൗലിക അവകാശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം. നമ്മുടെ ആപ്ലിക്കേഷനിൽ ഈ സെക്ഷനിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ആർട്ടിക്കിൾ 17 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അയിത്ത നിർമ്മാർജ്ജനമാണ് ശരിയായ ഉത്തരം. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 ടൈപ്പ് ചെയ്ത് ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം എന്നാണ്. SSCRT സ്കൂൾ സിലബസിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. ആ സെക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഏത് സെക്ഷനിൽ നിന്ന് വന്ന ചോദ്യമാണ് എന്ന് വരെ നമ്മുടെ ആപ്ലിക്കേഷനിൽ കൃത്യമായി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് പോവാം. അടുത്ത ചോദ്യം: 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് എടുത്തപ്പോൾ ഇത് വിശദമായി പറഞ്ഞതാണ്. അതിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ 19ാം അനുച്ഛേദം കൊടുത്തിട്ടുമുണ്ട്. 19ാം അനുച്ഛേദം അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്യാം. 19 ആർട്ടിക്കിൾ 19 എന്ന് അടിച്ച് ആർട്ടിക്കിൾ 19 അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആർട്ടിക്കിൾ 19 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യം കൂടിയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് വന്നിട്ടുള്ള ആ സെക്ഷനും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വിശദമായുള്ള നമ്മുടെ ക്ലാസ്സിലും അത് കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ക്ലാസ്സിലും നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം പഠിച്ച ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം ഇതാണ്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി എത്ര വർഷമാണ് എന്നാണ്. കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി നൽകിയിട്ടുണ്ടായിരുന്നു. ഡേറ്റ് നോക്കുക. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സുകളിൽ 12 സെപ്റ്റംബർ 2020 കൊടുത്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആ മോക്ക് ടെസ്റ്റിന്റെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഫോൺ നമ്പർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കൊടുത്ത ഈ സെക്ഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ വാട്സപ്പിലായി നമ്മൾ നൽകിയിട്ടുള്ള ക്ലാസ്സിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഓരോ പരീക്ഷയിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് നിങ്ങളെ കാണിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാന്റെയും കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കൃത്യമായിട്ട് ആ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ആ സെക്ഷൻ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, മറ്റൊരു ചോദ്യം ഇതാണ്: ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതേപോലെ മറ്റൊരു ചോദ്യം ദേശീയ വനിതാ കമ്മീഷന്റെയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു എന്നാണ് ചോദ്യം. ജയന്തി പട്നായിക് ആണ് ശരിയായ ഉത്തരം. ഇത് നമ്മൾ നമ്മുടെ വാട്സപ്പിലെ മെഗാ മോക്ക് ടെസ്റ്റിൽ 1ാമത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ കൊടുത്ത ചോദ്യമാണ്. അതിന്റെ ഉത്തരം ഇതാ നമ്മളിവിടെ കാണാം. അതേപോലെ തന്നെ എത്ര ആൾക്കാർ പരീക്ഷ എഴുതി റെസ്പോൺസ് നോക്കിയാൽ നമുക്ക് കാണാം. 85 ആളുകൾ ആ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന് 85 അല്ലേ 65 മെമ്പേഴ്സ് ആ എക്സാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ പഠിച്ച ഒരാൾക്ക് 100% ഇതിന് ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക എന്നാണ് ചോദ്യം. ഉത്തരം നമുക്ക് നോക്കാം. ഈ ചോദ്യം ഒന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇലക്ട്രോൺ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇലക്ട്രോൺ എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. എങ്ങനെയാണത് വരുന്നത് നോക്കാം. ഉണ്ടോ? ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണം ഇലക്ട്രോൺ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഉത്തരം നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. നമ്മൾ നേരിട്ട് മുമ്പ് പഠിപ്പിച്ച സെക്ഷൻ തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും നമ്മൾ ആ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ചോദ്യം ഇതാണ്: ഇരുമ്പിന്റെ ധാതു ഏതാണ്? ഇത് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ നോക്കിയാൽ അറിയാം. ഇന്നലത്തെ നമ്മൾ എല്ലാവർക്കും കൊടുത്ത ഫ്രീ മോക്ക് ടെസ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഇന്നലത്തെ മെഗാ ടെസ്റ്റിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ചോദ്യവും ഇന്നലെ ചോദ്യം ക്ലിക്ക് ചെയ്തേ
ഓരോ ചോദ്യവും ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് തിരിച്ച് ചോദ്യം ചോദിച്ചതും ഇതേ ചോദ്യം തന്നെയായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഓരോ സെക്ഷനിൽ നിന്നും വന്നിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി തന്നെ എഴുതുക. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. അതാ, വ്യവസായികമായി ഇരുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സെക്ഷൻ ഇതേപോലെ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം ഫ്രണ്ട്സ്. മറ്റൊരു ചോദ്യം ഇതാണ്, വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസ സംയുക്തം എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, അതായത് കാസ്റ്റിംഗ് സോഡ. അപ്പോൾ നമ്മൾ സോപ്പിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സിലബസിൽ എടുത്ത സെക്ഷനിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു ചോദ്യം നമ്മൾ കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആപ്ലിക്കേഷനിൽ കാസ്റ്റിക് സോഡ നമ്മൾ സെർച്ച് ചെയ്താൽ കാണാം. കാസ്റ്റിക് സോഡയുടെ രാസനാമം എന്ത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഈ സെക്ഷനിൽ തന്നെ വീണ്ടും പറയുന്നുണ്ട് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് കാസ്റ്റിക് സോഡ എന്നുള്ള ഭാഗവും പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നോക്കിയ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നിറമില്ലാത്ത സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ അത് പഠിച്ച ഒരാൾക്ക് 100% ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ഇതുപോലെ എപ്പോഴും ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അനുബന്ധമായി വരുന്ന പോയിന്റ് കൂടി നമ്മൾ പഠിപ്പിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇനി അടുത്ത ഒരു പക്ഷേ നിറമില്ലാത്ത ഒരു സംയുക്തം ഏത് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതും നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഈ ചോദ്യം കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാര്? ഇങ്ങനെയായിരുന്നു ചോദ്യം. ഉത്തരം നമ്മൾ നോക്കാം. ഈ ഒരു ചോദ്യം നമ്മൾ ഓൾറെഡി നമ്മൾ സെക്ഷനിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഐൻസ്റ്റീൻ എന്നാണ് ആൻസർ. ഐൻസ്റ്റീൻ ആണ്. ഇതാ നോക്കുക നിങ്ങൾ. റൈറ്റ്. ഓക്കെ, ഒരു വസ്തുവിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ഇതേ ചോദ്യം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള സെക്ഷനിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മുൻപ് ചോദിച്ച അതേ ചോദ്യമാണ്. അതുകൊണ്ടാണ് അത് കൃത്യമായി വന്നിട്ടുള്ളത്. വേറെ അതിനോടനുബന്ധമായ ഒരു പോയിന്റ് എടുത്ത് ഇതാ. മറ്റൊന്നാണ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇങ്ങനെ അടുത്ത ഓരോ അവസ്ഥകളെ പറ്റിയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷനൊക്കെ നിങ്ങൾ പഠിക്കുക. ഹിഗ്സ് ബോസോണിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി പഠിച്ചോളും. ഇതുപോലുള്ള ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പഠിച്ച ഒരാൾക്ക് ഇതിന് ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം ഇതാണ്, ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അത് ബലം അളക്കാനുള്ള യൂണിറ്റ് ആണ്. നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുത്ത സെക്ഷനാണ്. ആപ്ലിക്കേഷനിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലം നമുക്ക് നോക്കാം, സെർച്ച് ചെയ്യാം. ഓരോ എക്സാം കഴിയുമ്പോഴും ഇതേപോലെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്യാം കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ബലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. കീവേഡ് സെർച്ച് ചെയ്യുന്നത് ബലം അളക്കാനുള്ള യൂണിറ്റ് ആണ് ന്യൂട്ടൺ. SSCRT സ്കൂൾ സിലബസിലുള്ളതാണ്. അതുപോലെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള വീണ്ടും ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട് കൊടുത്തേ. ഒരു വസ്തു ക്ലിക്ക് ചെയ്യും. അതുപോലെ ഓരോ ബലത്തെ പറ്റിയും പറയുന്നുണ്ട്. ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു കടന്നു പോകുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം. അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇതും ഇനി വരും പരീക്ഷയിൽ സാധ്യതയുള്ളതാണ്. ന്യൂട്ടന്റെ ചലന നിയമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഓൾറെഡി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ എല്ലാ സെക്ഷനുകളും ക്ലാസ്സുകളും എല്ലാം ഡെയിലി സെഷൻ കഴിഞ്ഞ 3 മാസവും ഇപ്പോൾ 5 ദിവസവുമായി പൂർണ്ണമായും സൗജന്യമായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടിയുള്ള ക്ലാസ്സുകളടക്കം നമ്മൾ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓരോ പരീക്ഷ കഴിയുമ്പോഴും അതിന്റെ റിസൾട്ട് നമ്മൾ കൃത്യമായി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. +2 പ്രിലിമിനറി, 10th പ്രിലിമിനറി എല്ലാം അതിനാവശ്യമായ എല്ലാ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാട്സപ്പിലൂടെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ആപ്ലിക്കേഷനിലൂടെയും കൂടി നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ച എല്ലാ വിഭാഗത്തിലെ ചോദ്യങ്ങളും ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. വന്നത് എവിടെ നിന്നാണെന്നുള്ള വീഡിയോ സഹിതം തൊട്ടടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത സെക്ഷനിൽ കാണിക്കാം.